കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാശ്മീരി ചിക്കൻ കറി ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും അതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നന്നായി വിരവി മാറ്റി വയ്ക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ആ വിരവി മാറ്റി വെച്ച ചിക്കൻ പീസിനെ നമുക്ക് അതിലേക്കിട്ട് നല്ലതുപോലെ പൊരിച്ചെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് ഒരു 3/4 വേവ് വെന്താൽ മതി. കാരണം ഇത് കൂട്ടാൻ വയ്ക്കുമ്പോഴത്തേക്ക് അതിലിട്ടും നന്നായി വേവിക്കേണ്ടതുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കുകയാണ്. എല്ലാം ഞാൻ അവിടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിച്ച ആ എണ്ണയിൽ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്ത് അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള വഴറ്റിയെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ അതും വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നന്നായി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടില്ലേ, ആ തക്കാളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം എടുത്തു വെച്ചിരുന്ന തൈരുണ്ടില്ലേ, ആ തൈരൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. തൈരും ആഡ് ചെയ്ത് ഇതിലേക്ക് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വീണ്ടും വഴറ്റാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം നല്ലതുപോലെ വെന്ത് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സോഫ്റ്റായി വരും. സവാള എല്ലാം അല്പം കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് എണ്ണയെല്ലാം തെളിഞ്ഞ് അതിനകത്തിട്ട മസാലയും സവാള എല്ലാം നല്ലതുപോലെ വെന്ത് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞങ്ങൾ പൊരിച്ചു വെച്ച ചിക്കനില്ലേ, ആ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞങ്ങൾക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച്, ഇത് ചിക്കൻ പൊരിച്ചപ്പോൾ ഒരു 3/4 പരുവം വെന്തിട്ടല്ലേ ഉള്ളൂ. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കുമ്പോൾ കാശ്മീരി ചിക്കൻ കറി ഇവിടെ തയ്യാറാണ്. ഞാൻ ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട്. അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ലതുപോലെ അടിപൊളിയാന്ന് കാശ്മീരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഇതെവിടെ കാശ്മീരി ചിക്കൻ കറി നല്ലതുപോലെ വെന്ത് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ചെയ്ത് നോക്കി കഴിച്ച് നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.